ഹായ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ നമ്മളൊരു ബ്രദർ വിളിച്ചിട്ട് ഹോം ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കുകയുണ്ടായി. അപ്പം അത് ഈ പ്രത്യേകിച്ച് യുഎഇയിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രവാസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു 30 വയസ്സിനൊക്കെ താഴെയുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഇദ്ദേഹം യുഎഇയിൽ എത്തിയിട്ട് ഏകദേശം 1 വർഷം പൂർത്തിയാകാൻ പോകുന്നു. അദ്ദേഹത്തിന് ഒരു വീട് ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ. അപ്പം അതിന് ഹോം ലോൺ എടുക്കാനാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഹോം ലോൺ എടുക്കാം, പക്ഷേ നിങ്ങൾ ഹോം ലോൺ എടുക്കുമ്പം നിങ്ങൾ 10 ലക്ഷമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന് 15 ലക്ഷം അല്ലെങ്കിൽ 15 വർഷം അതിനുവേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഹോം ലോൺ എടുക്കാം. അതേ 10 ലക്ഷം നിങ്ങളൊരു 5 വർഷം കാത്തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ പേയ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ, സേവിങ്സ് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിന് ശേഷം വീടുണ്ടാക്കാം. ഒന്നുകൂടെ പറയാം, 15 നിങ്ങളിപ്പോൾ വാങ്ങിക്കുന്ന പൈസയാണെങ്കിൽ അത് അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് 15 വർഷം ചുരുങ്ങിയത് എടുക്കുമെങ്കിൽ, നിങ്ങളൊരു 5 വർഷം കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ബാങ്കിലേക്ക് അടക്കാൻ ഉദ്ദേശിക്കുന്ന അതേ പൈസ ഇന്നു മുതൽ നിങ്ങൾ പല രൂപത്തിൽ അത് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തിനുള്ളിൽ നല്ലൊരു വീട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പല ആളുകളും പറയുന്നത് സാമഗ്രികൾക്കൊക്കെ, വീടിന് വാങ്ങേണ്ട സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നതാണ്. ഇന്ത്യയിലെ ഒരു ഇൻസെപ്ഷൻ റേറ്റ് ഇപ്പോൾ എന്ന് പറയുന്നത് 5-നും 6% ഒക്കെ ഇടയിലാണ്. പക്ഷെ അതേസമയം നമ്മൾ കൊടുക്കുന്ന പലിശയോ അതല്ലെങ്കിൽ പ്രോഫിറ്റോ എന്ന് പറയുന്നത് 13% മുകളിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നഷ്ടമുണ്ടാക്കുന്നത്, അതല്ലെങ്കിൽ ഏകദേശം നമ്മൾ എടുക്കുന്നതിൻ്റെ 1/3 ഭാഗം നമ്മൾ അധികം കൊടുക്കേണ്ടി വരുന്നത്, നമുക്ക് ആ 1/3 ഭാഗം കുറച്ച് ഉണ്ടാക്കിക്കൊണ്ട് സ്വരൂപിച്ചുകൊണ്ട് അതിനെ നമുക്ക് ഗോൾഡിൽ നിക്ഷേപിക്കാം, മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം, നാടൻ സാധാരണ സൗഹൃദ കുഴികളിൽ നമുക്ക് പൈസ കരുതി വയ്ക്കാം. ഇങ്ങനെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബക്കറ്റുകളിൽ നമ്മൾ പൈസ നിക്ഷേപിച്ചുകൊണ്ട് ചുരുങ്ങിയ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ രൂപത്തിലുള്ള ആ വീട് എന്ന സ്വപ്നം നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പം പലരും പല സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ലോണിനെ, കടത്തിനെ കാണുന്നത്. പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും, എല്ലാവർക്കും അപ്ലിക്കബിൾ അല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അല്പം ക്ഷമിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ, ഒരു 5 വർഷത്തെ കൂടി ക്ഷമിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് അവരിന്ന് തന്നെ ആ ലോൺ എടുത്തതായി കരുതുകയും ആ പൈസ ഇത്തരം നിക്ഷേപങ്ങളിലേക്കൊക്കെ മാറ്റിവെച്ച് സ്വരൂപിച്ചുകൊണ്ട് 5 വർഷത്തിന് ശേഷം ഒരു വീടുണ്ടാക്കുക എന്നുള്ള സ്വപ്നം പൂർത്തിയാക്കുന്നതാണ്. അതല്ലാതെ ഇന്ന് തന്നെ ലോണിലേക്ക് പോയി 15 വർഷമോ അതിലേറെയോ ഒക്കെ ഈ ബാങ്കിന് വേണ്ടി ലോൺ അടച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറുക എന്നുള്ളതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. താങ്ക് യു.